സത്യത്തിൽ കോട്ടയം ജില്ലയിലാണോ ഇടുക്കി ജില്ലയിലാണോ ഇലവീഴ പൂഞ്ചിറ? എന്റെ പിന്നെ എങ്ങനെ പറയാം, എല്ലാവർക്കും വരുന്ന ഡൗട്ടാണിത്. ഇന്നത്തെ എന്റെ യാത്ര ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ് കേട്ടോ. ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വാഗമണ്, പുള്ളിക്കാനം, കാഞ്ഞാർ റൂട്ടാണ്. അതിലേ വരുമ്പോൾ പൂപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും നല്ല കയറ്റവും കൊടും വളവുകളുള്ള വഴിയാണിത്. ശ്രദ്ധിച്ചു പോയാൽ അപകടങ്ങൾ ഒഴിവാക്കും. പോകുന്ന വഴിയിൽ ഈ പച്ചപ്പ് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ നിന്നുപോയി. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കിടിലൻ റബ്ബറൈസ് റോഡ് കാണാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് എന്ന ബോർഡ് നമുക്ക് കാണാം. അവിടുന്ന് കുറച്ചങ്ങോട്ട് മണ്ണുവഴിയാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡ് ആണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന പാറയുടെ അവിടെ നമുക്ക് വണ്ടി വെക്കാം. ഇവിടെ അന്യവാഹനങ്ങൾ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നടന്നു പോകുന്ന വഴി ഇതുപോലാണ് കേട്ടോ. ഇതുപോലുള്ള ഉരുളൻ കല്ലുകളായതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് സവാരി ഉണ്ട് കേട്ടോ. ഇവിടെ കാഴ്ചകൾ കണ്ടു പോകണമെന്നുള്ളവർ ഞങ്ങളെ പോലെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും ഇവിടങ്ങളിൽ ഒരു മരം പോലും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണോ ഇലവീഴത്തിൽ എന്ന് പറയുന്നത്? ഇടിമിന്നലുകൾ ഏൽക്കാതിരിക്കാനുള്ള ടവറാണ് കേട്ടോ ഇത്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു കുളം കാണാം. മുകളിലോട്ടുള്ള വഴി ഇതുപോലാണ് കേട്ടോ. മുന്നോട്ടുള്ള നടത്തം അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ശരിക്കും ഞങ്ങൾ മടുത്തു കേട്ടോ. അവിടുന്നുള്ള ഓരോ കാഴ്ചകളും എത്ര മനോഹരമാണെന്നറിയോ. അടിപൊളി. ഈ സംഭവം എന്താണെന്നറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഈ ഒരു ഫ്രെയിം കണ്ടോ, എത്ര മനോഹരമാണ്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ ഒരു കിടിലൻ വ്യൂ പോയിന്റിലോട്ടാണ് എത്തുന്നത്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും അടിപൊളിയാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. ഈ കാണുന്നത് ഏത് ഡാമിന്റെ ഭാഗങ്ങളാണെന്നറിയോ? അറിയുമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അവിടെ വെച്ച് കുറച്ച് ചേട്ടന്മാരെ പരിചയപ്പെട്ടു. അവരുമായിട്ട് ചിരിച്ചു കളിച്ച് സമയം പോയതറിഞ്ഞില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.